ബിജെപിയുടെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ തിരുവനന്തപുരം ഡെപ്യൂട്ടി മേയർ ആശാനാഥിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. നാളെ സ്റ്റേഷനിൽ ഹാജരാകാനാണ് നിർദ്ദേശം. ആർ ശ്രീലേഖയുടെ വീട്ടിലും നോട്ടീസ് നൽകാൻ പോലീസ് എത്തിയെങ്കിലും വിനോദയാത്ര പോയി എന്നാണ് വിശദീകരണം. ബിജെപി കൌൺസിലർമാർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ മാർച്ചിലാണ് പോടാ പുല്ലേ പോലീസ് എന്ന മുദ്രാവാക്യം വിളിച്ചത്. ഗോപാൽ ശീലാസനൽ വിവരങ്ങളുമായി. ഗോപാൽ ശീലാസനൽ, ഇപ്പോൾ ഈ പോടാ പുല്ലേ പോലീസ് എന്നുള്ള മുദ്രാവാക്യമൊക്കെ സ്ഥിരമായി പ്രതിഷേധത്തിൽ ഉയരുന്ന ഒരു മുദ്രാവാക്യമാണ്. പക്ഷേ ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥ അത് വിളിച്ചു എന്നതിലാണ് അതിൽ കൗതുകം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ശ്രീലേഖയ്ക്ക് നോട്ടീസ് എത്തിയപ്പോൾ ശ്രീലേഖ ഉണ്ടായിരുന്നില്ല, അല്ലേ? അതെ സ്മൃതി, പോടാ പുല്ലേ പോലീസേ എന്ന മുദ്രാവാക്യമൊന്നും സംസ്ഥാനത്തെ സമര ചരിത്രത്തിൽ പുതിയ മുദ്രാവാക്യമല്ല, അത് ആദ്യമായി വിളിക്കുന്നതുമല്ല. പക്ഷെ അതൊരു മുൻ DGP കുത്തിയിരുന്ന് വിളിച്ചു എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായി മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ ഉന്നയിച്ചത്. ആദ്യഘട്ടത്തിൽ ആർ ശ്രീലേഖ അടക്കം ഈ കേസിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. 5 കൗൺസിലർമാരെയും കണ്ടാൽ അറിയുന്ന 50 പേർക്കെതിരെയുമായിരുന്നു കേസെടുത്തത്. പിന്നീട് വലിയ തരത്തിലേക്കുള്ള പ്രതിഷേധം ശക്തമായതോടെ പോലീസ് അസോസിയേഷൻ അടക്കം ഇടപെട്ടതോടെ ഇവരെ ആശാനാഥിനെയും ആർ ശ്രീലേഖയും കൂടി ഈ കേസിൽ പ്രതി ചേർക്കുകയായിരുന്നു. ആ വിഷയത്തിലാണ് ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ ആശാനാഥിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. നാളെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി മൊഴി നൽകണം എന്നതാണ് ഈ നോട്ടീസിൽ പറയുന്നത്. ആശാനാഥിനെ കൂടാതെ കൗൺസിലർമാരായ സുമി, ബാലു, യമുന എന്നിവർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ ആർ ശ്രീലേഖയുടെ വീട്ടിൽ നേരിട്ടെത്തി നോട്ടീസ് നൽകാനാണ് പോലീസ് ശ്രമിച്ചത്. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ അവിടെ ശ്രീലേഖ ഉണ്ടായിരുന്നില്ല, വിനോദയാത്രയിലാണ് എന്നതാണ് കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിശദീകരണം. ഇതോടുകൂടി തന്നെ പോലീസ് വീട്ടിൽ നിന്ന് മടങ്ങി പോവുകയായിരുന്നു. ആ ശ്രീലേഖ വിനോദയാത്ര കഴിഞ്ഞെത്തുന്ന മുറയ്ക്ക് വീണ്ടും നോട്ടീസ് നൽകി മൊഴിയെടുക്കാം എന്നതാണ് നിലവിൽ ഇപ്പോൾ പോലീസ് തീരുമാനിച്ചത്. നോട്ടീസ് കൈപ്പറ്റിയ ശേഷം എന്താണ് ശ്രീലേഖ പറയുന്നത് എന്നുള്ളതാണ് പ്രധാനമന്ത്രി. മുമ്പ് തന്നെ അതിലൊരു പ്രതികരണം നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ്.